കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം ശ്രദ്ധ ആകർഷിക്കുന്നു. അത് വ്യത്യസ്തമായതിനാൽ മാത്രമല്ല, അത് ഫലം നൽകുന്നു എന്നതുകൊണ്ടും. വിശക്കുന്നവർക്ക് ഫലങ്ങളിൽ നിന്നും കൂടാതെ ചൂടിൽ നിന്ന് അത് തണലും നൽകുന്നു. സോളമന്റെ ഗീതത്തിൽ മണവാട്ടി തന്റെ പ്രിയപ്പെട്ടവനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവും അങ്ങനെ തന്നെ. ആദാമിന്റെ എല്ലാ പുത്രന്മാരിലും ആരെയും താരതമ്യം ചെയ്യാനാവില്ല. മറ്റുള്ളവർ ശക്തരോ ജ്ഞാനികളോ ആയി തോന്നിയേക്കാം. യേശു മാത്രമാണ് ആത്മാവിന് ജീവനും സന്തോഷവും വിശ്രമവും നൽകുന്നത്. ലോകത്തെ അതിന്റെ നേതാക്കളെയും തത്വചിന്തകളെയും വാഗ്ദാനങ്ങളെയും നോക്കുമ്പോൾ അവ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം നൽകുന്നുണ്ടോ? യേശു മാത്രമാണ് പറയുന്നത്, എന്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. യേശു മാത്രമാണ് ജീവന്റെ അപ്പം, ശാശ്വത ഫലം നൽകുന്ന യഥാർത്ഥ മുന്തിരിവള്ളി. നാരകം കാട്ടിൽ വേറിട്ട് നിൽക്കുന്നതുപോലെ യേശു എല്ലാ മനുഷ്യരിലും വേറിട്ട് നിൽക്കുന്നു. അവൻ ദൈവവും മനുഷ്യനുമാണ്, പാപരഹിതൻ, കൃപയും സത്യവും നിറഞ്ഞവനാണ്. യേശു നമ്മുടെ സങ്കേതമാണ്. അവന്റെ നിഴലിൽ ഇരിക്കുന്നത് സംരക്ഷണത്തെയും സമാധാനത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ക്ഷീണിച്ച ഒരു ലോകത്ത് യേശു നമ്മുടെ സുരക്ഷിത സ്ഥലമാണ്.